മലയാളത്തിലെ പ്രശസ്തമായ ഒരു ചൊല്ലാണ് ഉർവശി ശാപം ഉപകാരമായി എന്ന്. ഇത് ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അന്വർത്ഥമാകുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വിവാദ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് ഷാഫിയുടെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ കൂടി കരിനിഴൽ വീഴ്ത്തുമെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ രാഷ്ട്രീയ വൃത്തങ്ങളും നിരീക്ഷകരും വിലയിരുത്തിയത്. എന്നാൽ സ്വന്തം തട്ടകമായ വടകരയിലേക്ക് ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഷാഫി പറമ്പിൽ തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തതോടെ, തന്നെ വഴിയിൽ തടയാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആട്ടിയോടിച്ചതോടെ, രാഹുൽ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടു നിന്നിരുന്ന കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾക്ക് അത് പുത്തനുണർവ് സമ്മാനിക്കുകയായിരുന്നു. ഷാഫിയുടെ ഈ ഒരൊറ്റ പ്രകടനത്തിന്റെ പേരിൽ തന്നെ CPM-നും BJP-ക്കുമെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസിന്റെയും UDF-ന്റെയും സംഘടനാ സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനു പിന്നാലെ തന്നെ കേരളത്തിലെമ്പാടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ധനസമാഹരണം ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ ആവേശകരമായ പ്രതികരണമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ലഭിക്കുന്നത്. ഷാഫിയെ മാത്രമല്ല രാഹുലിനെ പോലും ചേർത്ത് പിടിക്കണമെന്ന അഭിപ്രായമാണ് വീട്ടമ്മമാർ ഉൾപ്പെടെ ഇവരോട് പങ്കുവയ്ക്കുന്നത്. പിണറായി വിജയൻ നടത്തുന്ന രാഹുലിനെതിരെയുള്ള രാഷ്ട്രീയ വേട്ടയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് പിന്നിലെന്ന അഭിപ്രായം പോലും വലിയൊരു സമൂഹം സ്ത്രീകൾ കോൺഗ്രസ് പ്രവർത്തകരോടും നേതാക്കളോടും പങ്കുവയ്ക്കുന്നു. ഇത്തരത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ ഷാഫിയെ കൂടി വീഴ്ത്തുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് നീങ്ങിയ CPM-ന് ഇത് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഷാഫിക്കെതിരെ നടത്തിയ CPM-ന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി ഗുണകരമാകുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വൃത്തങ്ങളിലും നേതൃനിലയിലും പുതിയ ഒരു തരം ചർച്ച കൂടി സജീവമാകുകയാണ്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, KPCCയുടെ ഷാഫി ഇതര വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരെല്ലാം സ്ഥാനാർത്ഥികളാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ സാഹചര്യത്തിൽ കേരളമെമ്പാടും കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഷാഫിയെ ഏൽപ്പിക്കണമെന്ന ശക്തമായ വികാരം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. ഷാഫി എന്ന യുവ നേതാവിന് ജാതി മത ചിന്തകൾക്ക് അതീതമായി കേരളത്തിലെമ്പാടും ജനപ്രീതിയുണ്ട് എന്നും ജനങ്ങളെ ആകർഷിക്കുവാൻ കഴിയുമെന്നും ജനങ്ങളുടെ വോട്ട് UDF-ന് വേണ്ടി സമാഹരിക്കുവാൻ കഴിയുമെന്നും അവർ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കേണ്ടത് ഷാഫി പറമ്പിലാകണം എന്ന ശക്തമായ വാദമുഖമാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു വർഷത്തെ പാർലമെന്റ് അംഗമെന്ന പ്രവർത്തനം മൂലം KC വേണുഗോപാലിനെ പോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പ്രിയപ്പെട്ട നേതാവായി ഷാഫി പറമ്പിൽ മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃനിര ഷാഫിയുടെ വാക്കുകൾക്ക് വലിയ പ്രാമുഖ്യവും കൽപ്പിക്കുന്നുണ്ട്. ഷാഫിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചാൽ കോൺഗ്രസ് ചേർത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തിന് മാത്രമല്ല, ഷാഫിയുടെ മതേതര പരിവേഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഭൂരിപക്ഷ വിഭാഗമായ ഹൈന്ദവ വിഭാഗങ്ങളെയും തങ്ങളോട് അടുപ്പിച്ചു നിർത്തുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രകടമാക്കുന്നത്. ഷാഫിയുടെ ഒറ്റ പ്രകടനം കൊണ്ട് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ UDF കേന്ദ്രങ്ങൾ ഉയർത്തെഴുന്നേൽത്തതിന് പിന്നാലെ ഷാഫി നേതൃത്വത്തിലേക്ക് എത്തിയാൽ അത് യുവജനങ്ങൾക്കും സ്ത്രീകൾക്കുമിടയിൽ വലിയ തരംഗമായി മാറുമെന്ന അഭിപ്രായവും ഷാഫിയെ അനുകൂലിക്കുന്ന യുവ നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അർത്ഥവത്തമായ ഒരു തലമുറ മാറ്റം കോൺഗ്രസിൽ പ്രായോഗികമാകണമെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കോൺഗ്രസും UDF-ഉം മന്ത്രിസഭയുണ്ടാക്കുമ്പോൾ നിലവിലെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ആ മന്ത്രിസഭയിൽ അംഗമാകണമെന്നും പകരമായി പുതിയ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഷാഫി പറമ്പിലിനെ നിയോഗിക്കണമെന്നുമാണ് ഈ കൂട്ടർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ യുവ നേതൃത്വത്തെ പാർട്ടിയുടെ ഉന്നതമായ നേതൃനിരയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഭരണത്തിന്റെ ആനുകൂല്യത്തിൽ കേരളത്തിലെമ്പാടും ശക്തമായ സംഘടനാ സംവിധാനം ഒരുക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് കേരളം ഒരിക്കലും കൈവിട്ടു പോവില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഷാഫി KPCC അധ്യക്ഷനായി 2026 മുതൽ 2031 വരെ തുടർന്നാൽ 2031 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയായിരിക്കും കോൺഗ്രസിനെ നയിക്കുക, ഷാഫിയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക. അങ്ങനെ ഷാഫിയുടെ നേതൃത്വത്തിൽ മത്സരം നടന്നാൽ കോൺഗ്രസിന് തുടർ വിജയവും തുടർ ഭരണവും ഉറപ്പുവരുത്തുവാൻ കഴിയുമെന്നുമാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. UDF-നും കോൺഗ്രസിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തി അതിന്റെ ആനുകൂല്യത്തിൽ സമ്പാദിച്ചെടുത്ത ജനകീയതയുടെയും ജനപിന്തുണയുടെയും കരുത്തിൽ
ഷാഫി പറമ്പിൽ പലവട്ടം അത്ഭുതകരമായ, അവിശ്വസനീയമെന്ന് തോന്നിച്ച രാഷ്ട്രീയ വിജയങ്ങൾ കൈവരിച്ചതും കേരളം കണ്ടിട്ടുണ്ട്. 2011 CPM-ന്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാടേക്ക് ഷാഫിയെ നിയോഗിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതീക്ഷകളൊന്നും വെച്ചു പുലർത്തിയിരുന്നില്ല. എന്നാൽ ആ ചെറുപ്പക്കാരന്റെ പ്രസരിപ്പ് വോട്ടർമാരെ ആകർഷിക്കുകയും അസംബ്ലിയിലേക്ക് കന്നി വിജയം നേടുവാൻ ഷാഫി എന്ന KSU സംസ്ഥാന അധ്യക്ഷനെ സഹായിക്കുകയും ചെയ്തു. പിന്നീട് 2016 താൻ മണ്ഡല ചരിത്രത്തിൽ നേടിയിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ച ഷാഫിയെ 2021 ഏതു വിധേനയും പരാജയപ്പെടുത്തണമെന്ന ലക്ഷ്യവുമായിട്ടാണ് BJP പൊതുസമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യതയുള്ള, രാജ്യം തന്നെ മെട്രോമാൻ എന്ന് വിളിച്ച് ബഹുമാനിക്കുന്ന ഈ ശ്രീധരനെ കളത്തിലിറക്കിയത്. ശ്രീധരനെതിരായ മത്സരത്തിൽ ഷാഫി പരാജയപ്പെടുമെന്ന് BJP കേന്ദ്രങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഒരു വിഭാഗം പൊതുസമൂഹവും അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഈ പ്രതികരണങ്ങളുടെ വെളിച്ചത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുമ്പേ തന്നെ ഈ ശ്രീധരൻ പാലക്കാടിന്റെ മണ്ണിൽ MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഷാഫിയുടെ ജനകീയത കോൺഗ്രസിനും UDF-നും ഏറെ നിർണായകമായി മാറുന്നതും ഷാഫി 3000-ൽ പരം വോട്ടുകൾക്ക് ഈ ശ്രീധരനെ പോലൊരു അതികായകനെ, പൊതുസമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യതയുള്ള, BJPക്ക് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും വടകര സീറ്റ് കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും ജനകീയ നേതാവായ പിണറായി വിജയനേക്കാൾ ജനപ്രീതിയിൽ മുൻപിൽ നിൽക്കുന്ന KK ശൈലജയെ ഈ മണ്ഡലത്തിൽ മത്സരത്തിനായി CPM നിയോഗിച്ചത്. CPM-ന്റെ ഈ കണക്കുകൂട്ടൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സിറ്റിംഗ് സീറ്റ് സംരക്ഷിക്കുവാൻ K മുരളീധരനെ അവിടെ നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റിക്കൊണ്ട് പാലക്കാട് MLA ആയിരുന്ന ഷാഫിയെ വടകരയിൽ മത്സരത്തിനിറക്കിയത്. വടകരയിൽ ചെന്നിറങ്ങിയ നിമിഷം മുതൽ ഷാഫിക്ക് ചുറ്റും അണിനിരന്നത് 10,000-കണക്കിന് ജനങ്ങളാണ്. വെളുപ്പിനെ 3 മണി 4 മണി സമയത്ത് പോലും സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് വേണ്ടി അവർ കാത്തിരുന്ന കാഴ്ച കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് ഒരു പുതുമയായിരുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ കോളിളക്കം നടത്തിയ പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം വോട്ടിന്റെ ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി CPM-ന്റെ എല്ലാ മോഹങ്ങളെയും തച്ചുടച്ചുകൊണ്ട് KK ശൈലജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം സമ്മാനിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനു തൊട്ടു പിന്നാലെ പാലക്കാട് മണ്ഡലത്തിൽ താൻ ഒഴിയുന്ന സിറ്റിംഗ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്റെ വിശ്വസ്തനായ അനുയായിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഷാഫി വാശി പിടിച്ചപ്പോൾ അതിനെതിരെയും ഒരുപാട് അപശബ്ദങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ഈ അപശബ്ദങ്ങളുടെ ആനുകൂല്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സരിനെ പോലെ ഒരു യുവ നേതാവ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വിട്ടു CPM-ലേക്ക് കുടിയേറി അവിടെ സ്ഥാനാർത്ഥിയായി മാറിയത്. എന്നാൽ ഷാഫിയും VK ശ്രീകണ്ഠനും മുന്നിൽ നിന്ന് പ്രചരണം നയിച്ചതോടുകൂടി കാര്യങ്ങൾ UDF-നും കോൺഗ്രസിനും അനുകൂലമായി മാറുകയായിരുന്നു. 18,500-ലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത്. എന്നാൽ എല്ലാ രാഷ്ട്രീയ പ്രതീക്ഷകളെയും അസ്തമിപ്പിച്ചുകൊണ്ട്, രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട്, ഷാഫിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ ലൈംഗിക അപവാദ കഥകൾ പുറത്തു വന്നതോടെ ഷാഫിയെ കൂടി വീഴ്ത്താമെന്ന ആത്മവിശ്വാസം CPM-നും BJPക്കും മാത്രമല്ല UDF-നുള്ളിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾക്കും വിമർശകർക്കും പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പോലും തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമായി പരിവർത്തനം ചെയ്തെടുക്കുവാൻ ഷാഫിയെ പോലൊരു രാഷ്ട്രീയക്കാരനുള്ള കഴിവാണ് കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ കേരളം പലവട്ടം കണ്ടിട്ടുള്ളത്. അതിനാൽ തന്നെ ഷാഫിയുടെ ഈ മാജിക് പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും UDF-നും വേണ്ടി വിനിയോഗിക്കണമെന്നും ഷാഫി ആയിരിക്കണം 2026 കോൺഗ്രസ് പാർട്ടിയെ നയിക്കേണ്ടതെന്നും തെരഞ്ഞെടുക്കപ്പെട്ട് UDF-ന് അധികാരം നേടുവാൻ കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കപ്പെടണമെന്നുള്ള ആവശ്യം അനുദിനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമാകുകയാണ്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.